മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്നും തല കണ്ടെത്തിയെന്ന വാർത്തയാണ്. അത് ഈ DNA പരിശോധനാ ഫലം അടക്കം വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. എത്ര പേർ മരിച്ചു, മൊത്തത്തിൽ എത്ര കണക്ക് മനസ്സിലാവുന്നതിനായിട്ട് ഇപ്പോൾ ഇതാ കടാവർ നായകളെ ഉപയോഗിച്ച് നടത്തിയ തെരച്ചിലിൽ ഒരു മൃതദേഹത്തിന്റെ ശരീരഭാഗം കണ്ടെത്തി എന്ന വിവരമാണ് പുറത്തു വരുന്നത്. സാരംഗ്, എന്തായാലും മുണ്ടത്തിക്കോട് ദുരന്തത്തിൽ നിന്നും ആളുകൾ ഞെട്ടൽ മാറാതെ തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും വെടിക്കെട്ട് ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്നും ഒരു തല കണ്ടെത്തി, ഒരു ശരീരഭാഗം കണ്ടെത്തി എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സാരംഗ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. സാരംഗ്, ദുരന്തമുണ്ടായ സ്ഥലത്ത് നിന്നും ഒരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ DNA പരിശോധനാ ഫലം അടക്കം വരാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണ്. എത്ര പേർ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു, എത്ര പേർ അപകടത്തിൽ മരണപ്പെട്ടു എന്നറിയാൻ വേണ്ടി ഇപ്പോൾ ഇതൊരു ശരീരഭാഗം കണ്ടെത്തിയിരിക്കുന്നു. കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുള്ള പരിശോധനയിലാണ് ഇത്തരത്തിൽ തല കണ്ടെത്തിയത് എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. സാരംഗ്, ഇന്ന് നടന്ന പരിശോധനയിലാണ് ഇത്തരത്തിൽ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് ദുരന്ത സ്ഥലത്ത് നിന്നും വീണ്ടും ഒരു തല കണ്ടെത്തിയത്. മൃതദേഹത്തിന്റെ തല കണ്ടെത്തിയത് 3/4 കിലോമീറ്ററോളം ദൂരെയുള്ള പാടശേഖരത്തിൽ നിന്നാണ് ഒരു പുരുഷന്റേതെന്ന് കരുതുന്ന തല കണ്ടെത്തിയിട്ടുള്ളത്. അത് കടാവർ നായ്ക്കളെ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധനയിലാണ് ഇത്തരത്തിലൊരു തല കണ്ടെത്തിയത്. എന്തായാലും ഈ മൃതദേഹത്തിന്റെ അവശിഷ്ടങ്ങളും കണ്ടെത്തിയിരുന്നു. എന്തായാലും ഇതുൾപ്പെടെയുള്ള എല്ലാ അവശിഷ്ടങ്ങളും ഈ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്, മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്.